വേടനാണ് ഇപ്പോഴത്തെ പ്രധാന വേട്ടമൃഗം. വേടന് ഇതിലും കൂടുതൽ പ്രമോഷൻ കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തന്നെ പറയാം. വേടന്റെ തിരക്കായിട്ട് നടന്നാലും വേടനെ വിടുന്ന ലക്ഷണമൊന്നുമില്ല. പിടിച്ചു വലിച്ച് ചില ആൾക്കാർ, ഒരു കൂട്ടം ആൾക്കാർ വേടനെ പിടിച്ചു വലിച്ച് പല രീതിയിലും കേസിൽ എത്തിക്കാൻ വേണ്ടി നോക്കുകയാണ്. എന്തായാലും പുള്ളിക്കാരന്റെ കേസും പരിപാടിയൊക്കെ തീർന്നിട്ടുണ്ട്. എങ്കിലും ആരും പുള്ളിക്കാരനെ വിടുന്ന ലക്ഷണമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ ഒരു ചേച്ചി രംഗത്തെത്തിയിട്ടുണ്ട്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ 5 വർഷം മുന്നേ ഒരു വേദിയിൽ വേടൻ പാടിയ പാട്ട് റാപ്പാണ് ചേച്ചിക്ക് ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നത്. എന്തായാലും അത് നമുക്ക് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. 5 വർഷം മുമ്പ് ഇത് അദ്ദേഹം പാടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ അത് ഏറ്റവും കൂടുതൽ പോപ്പുലറൈസ് ആയിട്ട് ചെയ്തു വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ അദ്ദേഹത്തിനെ കപടദേശവാദിയെന്നും ഊരു ചുറ്റുന്നവനും വാളെടുത്തവൻ്റെ കയ്യിൽ രാജ്യമെന്നും എല്ലാം പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും നമ്മുടെ രാജ്യത്തിൻ്റെ ക്രെഡിബിലിറ്റിയെയും നമ്മുടെ രാജ്യത്തിൻ്റെ ഐഡൻറ്റിറ്റിയെയും നമ്മുടെ പടത്തനവൻ്റെ ഐഡൻറ്റിറ്റിയെയും എല്ലാം ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയിൽ ഒരു കലാകാരൻ അത് ഏത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലാണെങ്കിൽ 5 വർഷം മുന്നേ പാടിയതായാലും ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ ഇതങ്ങ് തരംഗമായി നിൽക്കുന്നതെന്നാണ് ചേച്ചി പറയുന്നത്. ഇത് പണ്ട് ദിലീപിൻ്റെ ഏതോ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ ഉള്ളേൻ്റെ അടുത്ത് കൊണ്ടാലേ കാണേണ്ടവർ കാണൂ എന്ന് പറഞ്ഞ ഇതുപോലാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ചേച്ചി ആരോ പറഞ്ഞ് പഠിപ്പിച്ചതുപോലാണ് ചേച്ചിയുടെ പ്രവർത്തനങ്ങളും വർത്തമാനങ്ങളും. അത് നമുക്ക് നല്ല വൃത്തിക്ക് മനസ്സിലാകുന്ന വേറൊരു പോർഷൻ ന്യൂസ് ഉണ്ട്. അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. എന്തായാലും ഇതിനു മുന്നേ ഇത് ചേച്ചിയെ ഇറക്കിയതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ പുലിപ്പല്ലിൻ്റെ ഒരു ഇഷ്യൂ വന്ന് ഏറ്റില്ല. വേടനെ ആരും കുറ്റം പറയാൻ എന്ന് വെച്ചാൽ കുറ്റം പറഞ്ഞില്ല എന്നുള്ള ലെവലിൽ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ കേരളക്കര ഇത്രയും അധികം ഒരു റാപ്പറിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് വേടനായിരിക്കും. കാരണം വേടനെ അധികവും സപ്പോർട്ടീവായിട്ട് ന്യൂജൻ പിള്ളേരാണ്. കാരണം ഇത്രയും അധികം വേടനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഉണ്ട് എന്നറിയുമ്പോഴാണ് ഇവർക്ക് കൊള്ളുന്നത് അതുകൊണ്ട് മാത്രമാണ്. വേടന് പറയാനുള്ളത് വേടൻ പാട്ടിലൂടെ പറയുന്നു. അത് ഇത്രയും നാൾ ഇവർക്കിപ്പോൾ ഒന്നും പ്രശ്നമില്ലായിരുന്നു. ആദ്യം പുലിപ്പല്ലിൻ്റെ ഇഷ്യൂ നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞ് ശശികല ടീച്ചർ മെനഞ്ഞാന്ന് വന്ന് പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. അടുത്തത് യാതൊന്നും ഏൽക്കാതെ വന്നപ്പോൾ 5 വർഷം മുന്നേ വേടൻ പാടിയ ഒരു സംഗതി എടുത്തിട്ട് വീണ്ടും വേടനെതിരെ മുന്നേ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഇതൊക്കെ എനിക്ക് പാർട്ടി കൂടല്ലേ പറയാൻ പറ്റൂ, അല്ലാതെ പറഞ്ഞാൽ അവരെന്നെ അടിച്ചു കൊല്ലത്തില്ലേ എന്ന്. സത്യം അത് വളരെയധികം യാഥാർത്ഥികമാണെന്ന് ഇവരുടെയൊക്കെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം ശശികല ടീച്ചർ പറഞ്ഞു, ടീച്ചർ എന്ന് വെച്ചാൽ ടീച്ചറിൽ നിന്നാണ് ഒരു കുട്ടി പലതും പഠിക്കുന്നത്, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ പലതും പഠിക്കുന്നത്. അവിടെ ടീച്ചർ പറഞ്ഞൊരു ഒരു വാക്കുണ്ട്, കഞ്ചാവ് ഒളിയെന്നും അതുപോലെ തന്നെ തുണിയില്ല ആട്ടങ്ങൾ നോക്കി. ഇതൊക്കെ ഒരു ടീച്ചറാണ് പറയുന്നത് എന്ന് ഓർക്കുമ്പോൾ വളരെയധികം കഷ്ടവും പുച്ഛവും തോന്നുന്നു. അതുപോട്ടെ. അപ്പം എന്തായാലും അടുത്ത കുറച്ച് ഒരു ന്യൂസും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ കൊടുത്തേക്കാം. മധു, അട്ടപ്പാടിയിൽ മധു വിശന്നു വലഞ്ഞ് മധുവിൻ്റെ കാര്യങ്ങൾ ഇതേ പാട്ടിൽ പറയുന്നുണ്ട്. ഇപ്പോൾ മോദിയെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി നൽകിയിട്ടില്ല. ഇതേ പാട്ടിൽ തന്നെ വേടൻ പറയുന്നുണ്ട്, കാട് കട്ടവൻ്റെ നാട്ടിൽ ചോറ് കട്ടവൻ മരിക്കും എന്ന് പറഞ്ഞാൽ മധുവിൻ്റെ കാര്യം കൃത്യമായി തന്നെ വേടൻ പറഞ്ഞു. മധുവിൻ്റെ പേരെടുത്ത് പറഞ്ഞു പറയണം. മധുവിൻ്റെ കാട് കട്ടവൻ്റെ നാട്ടിൽ എന്നല്ല പറയണ്ടേ. മധു എന്തിനാണ് മരിച്ചത്? ആ മധുവിനൊരു മോചനം. ആ മധുവിനെ പോലെ നിരവധി മധുമാരുണ്ട്. ആ മധുമാരുടെ മോചനത്തിന് വേണ്ടിയിട്ടാണ് റാപ്പർ വേടൻ. മധുവിൻ്റെ കാര്യം കൃത്യമായി തന്നെ ഇത്തരം പാട്ടുകളിലൂടെ വേടൻ പറഞ്ഞു പോകുന്നുണ്ടല്ലോ. പക്ഷെ അതൊന്നും പുറത്തു വന്നില്ലല്ലോ. ഇതേ പാട്ടിലുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന 2020 വന്നിട്ടുള്ള അതേ പാട്ടിനകത്തുള്ള വരിയാണ് ഈ കാട്. എന്തായാലും 5 വർഷം മുന്നേ പാടിയത് കേട്ട ചേച്ചി മധുവിനെ കുറിച്ച് പാടിയത് എന്തായാലും കേട്ടില്ല കേട്ടോ. നമ്മളൊക്കെ ഹെഡ്സെറ്റ് വെച്ചില്ലെങ്കിലും ചെവിക്ക് വലിയ വിഷയങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെല്ലാവരും കേട്ടതാണ് മധുവിൻ്റെ കാര്യം എടുത്ത് ആ പാട്ടിൽ തന്നെ പാടിയത്. എന്തായാലും ചേച്ചി മാത്രം അത് കേട്ടില്ല. ചേച്ചി പറയുന്നത് ഇങ്ങനെയല്ല, ഊന്നി പറയണം എന്നാണ് ചേച്ചി പറയുന്നത്. കാരണം കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്ത് മധുവിൻ്റെ കാര്യം പറയണമെന്ന് ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ചേച്ചി ആയിരിക്കും കേൾക്കാത്ത. അതാണോ എന്നറിയത്തില്ല. ഇനി എന്തായാലും ചോദ്യം ചോദിച്ച ആൾ അടിപൊളിയാണ്. റിപ്പോർട്ടറിൻ്റെ ആ ഒരു ആങ്കറിനെ ഉണ്ടല്ലോ, പറയാനൊന്നുമില്ല, അടിപൊളിയാണ്. കാരണം പുള്ളിക്കാരി ഇങ്ങോട്ട് പറഞ്ഞങ്ങോട്ട്
പറഞ്ഞങ്ങോട്ട് തുടങ്ങിയതും അപ്പം തന്നെ തിരിച്ച് അണ്ണാക്കിയിലല്ല അന്നനാളത്തിൽ കൊടുത്തെന്നൊക്കെ പറയുന്ന പോലെ തിരിച്ച് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. മധുവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. അപ്പോഴും പുള്ളിക്കാരി സൈലൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. കാരണം പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടവർ മധുവിൻ്റെ കാര്യം ഇതിലുണ്ട് എന്നുള്ളത് എന്തോ പറയാൻ മറന്നുപോയി എനിക്ക് തോന്നുന്നു. അങ്ങനെ എന്തോ ആണ് പറഞ്ഞ് പഠിപ്പിച്ചവർ കുറച്ചും കൂടെ നല്ല രീതിയിൽ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതായിരുന്നു. ചില കാര്യങ്ങൾ അവിടെ ഇവിടെ അരിവും മൂലയും മാത്രം കേട്ടിട്ടല്ല പഠിപ്പിക്കേണ്ടത് എന്ന് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുക വീഡിയോ കേട്ടോ. വേടനെ സപ്പോർട്ട് ചെയ്ത പുതുതലമുറയിലുള്ള ആൾക്കാരോടാണെന്ന് തോന്നുന്നു ഇവർക്ക് കൂടുതലും വൈരാഗ്യമുള്ളത്. കാരണം ഇത്രയും അധികം ആൾക്കാർ വേടനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴും അത് കാണുമ്പോഴുമുള്ള പ്രശ്നമാണ് ഇവർക്കുള്ളത്.